ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാർച്ച് 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. പാർട്ട് സിയിലെ 11 ചോദ്യങ്ങളിൽ നിന്ന് 9 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 3 മാർക്ക് വീതം എന്ന് പറയുമ്പോൾ 3 അല്ലെങ്കിൽ 6 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് നമ്മൾ നമ്മളുടെ ആൻസറിൽ ഉൾപ്പെടുത്തേണ്ടത്. കൂടുതൽ പോയിന്റ്സ് എഴുതാം. മിനിമം ദർ ഷുഡ് ബി 6 or 3 പോയിന്റ്സ് അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ഇറ്റ് ഈസ് ഫാസ്റ്റ് കമ്പയർഡ് ടു റോം. ഇറ്റ് ഈസ് വോളറ്റൈൽ ആൻഡ് ഇസ് എ റീഡ് റൈറ്റ് മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയിൽ എന്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ബൂട്ടപ്പ് പ്രോഗ്രാം. റാൻഡം ആക്സസ് മെമ്മറിയിലോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ് ബൂട്ടപ്പ് പ്രോഗ്രാം? നമ്മൾ കമ്പ്യൂട്ടർ പവർ ഓൺ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റാമിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചെറിയൊരു പ്രോഗ്രാമാണ് ബൂട്ടപ്പ് പ്രോഗ്രാം. എന്താണ് വോളറ്റൈൽ എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി, അപ്പൊ റാമിലുള്ള ഡേറ്റ എന്താവും? നഷ്ടപ്പെടും. റോമിലുള്ളതോ നഷ്ടപ്പെടുകയില്ല. വോളറ്റൈൽ എന്ന വാക്കിന്റെ അർത്ഥം വെൻ ദ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ് ദ കണ്ടന്റ് ഇൻ ദി മെമ്മറി ഈസ് ലോസ്റ്റ്. പവർ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുമ്പോൾ മെമ്മറിയിലുള്ള ഡേറ്റ നഷ്ടപ്പെടുന്നു. ഏതൊക്കെയാണ് ഇ വേസ്റ്റ് ഡിസ്പോസലിന്റെ 4 മെത്തേഡ്സ്? റീസൈക്കിൾ, റീയൂസ്, ലാൻഡ് ഫില്ലിംഗ് ആൻഡ് ഇൻസിനറേഷൻ. റീയൂസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് യൂസ് ഓർ ദി റിപ്പയർ ആൻഡ് യൂസ്. Recycle is the making of a new product from the used ones. Landfilling is the most widely used method. Landfillingൽ വലിയ കുഴികളിൽ ഇ വേസ്റ്റ് ഇട്ടതിന് ശേഷം മണ്ണിട്ട് നികത്താണ് ചെയ്യുന്നത്. Is it recommended? No. കാരണം എന്താ? Because it releases toxins such as lead, mercury, cadmium and brominated flame retardants. Incinerationൽ ഹൈ ടെമ്പറേച്ചറിൽ ഇ വേസ്റ്റ് കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഒരു 1 മാർക്കിന്റെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. ഇൻസിനറേഷൻ ഇസ് ദി കൺട്രോൾഡ് ആൻഡ് കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഇ വേസ്റ്റ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സും ഇ വേസ്റ്റ് റിലീസ് ചെയ്യുന്ന ടോക്സിൻസിനെ കുറിച്ചും പഠിച്ചു. ഇനി ടോക്സിൻസ് എന്തൊക്കെ രീതിയിലുള്ള രോഗങ്ങൾ പരത്തുമെന്നുള്ളതും കൂടി പഠിക്കണം. ബട്ട് വാട്ട് ഈസ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് ആർ ദി ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ദറ്റ് ആർ നിയറിംഗ് ദി എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഡിവൈസസിനെയാണ് ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി 3 types ഓഫ് എറേഴ്സ്? സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് റൺ ടൈം എറർ. എന്താണ് ബഗ്? ബഗ് ആർ ദി എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. And what is debugging? Detecting and correcting errors in a program is called debugging. പ്രോഗ്രാമിലുള്ള എറേഴ്സ് കണ്ടെത്തി തിരുത്തുന്നതിനെയാണ് ഡീബഗിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിൽ പാലിക്കപ്പെടേണ്ട ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. ഈ റൂൾസ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ there will be a syntax error. ഉദാഹരണത്തിന് int a എന്ന് പറയുമ്പോൾ there is a syntax error. Every C++ statement must end with a സെമികോളൻ. ഇവിടെ നമ്മൾ സെമികോളൻ നൽകാത്തത് കൊണ്ട് there is a syntax error. സിന്റാക്സ് എറർ എപ്പോഴാണ് കണ്ടെത്താൻ സാധിക്കുക? ഡ്യൂറിംഗ് കമ്പൈലേഷൻ ഓഫ് ദി പ്രോഗ്രാം. ലോജിക്കൽ എറർ പ്രോഗ്രാം ലോജിക്കിൽ ഉണ്ടാവുന്ന തെറ്റുകൊണ്ട് വരുന്നതാണ്. ലോജിക്കൽ എറർ ഇസ് ഡ്യൂ ടു ദ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദി പ്രോഗ്രാംസ് ലോജിക്. ഉദാഹരണത്തിന് ആവറേജ് ഓഫ് 2 നമ്പേഴ്സ് കാണാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ there is a logical error. ഇവിടെ ഡ്യൂ ടു ഓപ്പറേറ്റർ പ്രിസിഡൻസ് ഡിവിഷൻ വിൽ ബി പെർഫോംഡ് ഫസ്റ്റ്. b/2 ആണ് ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ടാണ് എഡീഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേറ്റർ പ്രിസിഡൻസിന്റെ ടേബിള് പഠിച്ചിരിക്കണം. a+b ആദ്യം കണ്ടെത്തിയതിന് ശേഷം വേണം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്. പാരാന്തസിസ് ഹാസ് ഹയർ പ്രിസിഡൻസ് ഓവർ ഡിവിഷൻ. സോ ഫസ്റ്റ് പാരാന്തസിസിൽ ഉള്ളതാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. a+b കണ്ടെത്തിയതിന് ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ലോജിക്കൽ എറേഴ്സ് എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുക? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുന്ന സമയത്താണ് ലോജിക്കൽ എറർ കണ്ടെത്താനായിട്ട് സാധിക്കുക. റൺ ടൈം എറർ ഈസ് ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദി പ്രോഗ്രാം റൺ. എക്സാമ്പിൾ ഡിവിഷൻ ബൈ 0 എറർ. പ്രോഗ്രാമിലെ എപ്പോഴെങ്കിലും C 0 ആവുകയാണെങ്കിൽ മാത്രമേ ഡിവിഷൻ ബൈ 0 എറർ ഉണ്ടാവുകയുള്ളൂ. ടോക്കൺസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. 5 ടോക്കൺസ് ഏതൊക്കെയാണ്? ഐഡന്റിഫയേഴ്സ്, കീവേർഡ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് operators. Identifiers user defined names ആണ്. Keywords are the reserved words. Literals are constants that can never change their value. Punctuators
സെമികോളൻ, കോമ സെപ്പറേറ്റർ, ഇതൊക്കെയാണ് പങ്ക്ച്വേറ്റേഴ്സിൽ വരുന്നത്. ഓപ്പറേറ്റേഴ്സ് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സിമ്പിൾസ് ഒക്കെയാണ് ഓപ്പറേറ്റേഴ്സ്. എക്സ് മോഡുലസ് വൈ, എക്സിലെ വാല്യൂ എത്രയാണ് 10, മോഡുലസ് വൈയിലെ വാല്യൂ 4. സോ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ടൈംസ് പോകും? 2 ടൈംസ്. ഇവിടെ 8 ആണ് കിട്ടുക. അപ്പോൾ റിമൈനിങ് 2, ശിഷ്ടം 2 ആണ്. ഈ 2 ആണ് നമുക്ക് വേണ്ട ആൻസർ, ദ റിമൈൻഡർ. ഇപ്പൊ 10 മോഡുലസ് 4ന്റെ ആൻസർ എന്താണ്? 2. 10 ലെസ് ദാൻ 20, ട്രൂ ഓർ ഫാൾസ്? ട്രൂ. 4 ലെസ് ദാൻ 5, ട്രൂ. ആൻഡ് ഓപ്പറേഷനിൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുകയുള്ളൂ. സോ ദ ഫൈനൽ ആൻസർ ഇസ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 10 ഗ്രേറ്റർ ദാൻ 20 ഓർ 4 ഗ്രേറ്റർ ദാൻ 5. ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓറിന് പകരം സെമികോളൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഓർ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടും ആൻസർ ചെയ്യാം. Is 10 greater than 20? No, false. Is 4 greater than 5? False. OR ഓപ്പറേഷനിലെ 2 ഓപ്പറൻസും false ആണെങ്കിൽ മാത്രമേ ഫൈനൽ ആൻസറും false ആവുകയുള്ളൂ. So the answer is false or 0. ഇവിടെ x ഡിവൈഡഡ് ബൈ y, അതായത് 5 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ്, 4. What is the remainder? 1. ഡിവിഷനിലെ quotient is the result. So quotient എത്രയാണ്? 2. ആൻസർ എന്താണ്? 2. Why? Because integer by integer division results in an integer value. What is type modifier? Type modifiers are used to change the size, range and precision of a data type. ഏതൊക്കെയാണ് 4 type modifiers? Short, long, signed and unsigned. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 2 മോഡിഫയേഴ്സ് എന്നാണ്. The signed data type is similar to the int data type. It can store both positive and negative integers from the range minus 2 raised to 31 to 2 raised to 31 minus 1. Unsigned data type le positive integers മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, from 0 to 2 raised to 32 minus 1. ലോങ് ഡേറ്റ ടൈപ്പ് ഇൻറ്റിന്റെ പോലെ തന്നെ 4 bytes ഓഫ് മെമ്മറി ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഷോർട്ട് ഡേറ്റ ടൈപ്പ് മേക്സ് യൂസ് ഓഫ് ഓൺലി 2 bytes ഓഫ് മെമ്മറി. ലോങ് ഡബിളിന് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി വേണം? 10 bytes ഓഫ് മെമ്മറി. ഇതിപ്പോ നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ആക്സസ് മോഡിഫയേഴ്സ്? കോൺസ്റ്റ് ഇസ് ദി ആക്സസ് മോഡിഫയർ used to define constant values. ഇപ്പൊ ഇവിടെ A എന്ന് പറയുന്ന ഐഡന്റിഫയർ can take only constant value 5. 26ാമത്തെ ചോദ്യം, differentiate between switch and if else if statements. ഏതാണ് 2 മൾട്ടി ബ്രാഞ്ചിങ് statements? Switch and else if ladder are the multi branching statements. സ്വിച്ചിലെ ഈക്വാലിറ്റി മാത്രമേ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. else if ladderലോ റിലേഷണൽ ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്വിച്ചിൽ കേസ് കോൺസ്റ്റന്റ് ഇന്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂസ് ആയിരിക്കണം. else if ladderൽ റേഞ്ച് ഓഫ് വാല്യൂസ് ക്യാൻ ബി ടെസ്റ്റഡ്. സ്വിച്ചിൽ when no match is found, the default statement is executed, whereas in the else if ladder the else block is executed. Break statement is used to exit from a switch. പക്ഷേ നമ്മളുടെ else if ladderൽ അങ്ങനെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ല. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട്. When the same variable is compared against a set of values, switch is better, whereas if else ladder is more flexible and versatile. അടുത്ത ചോദ്യം, explain 3 parts of a URL with an example. എന്താണ് URL? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URLന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. https://dhsc.kerala.gov.in/index.html. 3 parts of a URL ഏതൊക്കെയാണ്? പ്രോട്ടോകോൾ, ഡൊമൈൻ നെയിം ആൻഡ് ദി ഫയൽ നെയിം. ഇവിടെ HTTP എന്നുള്ളതാണ് പ്രോട്ടോകോൾ. dhsc.kerala.gov.in is the domain name and index.html is the file name. Next question, what is the difference between LAN and WAN?
LAN, local area network. WAN, wide area network. Local area network can cover only few kilometers, whereas the wide area network covers countries and continents. Wide area network in the best example is internet. It is a connection of different LANs and MANs. Local area network in the examples of നമ്മളുടെ വീട്ടില് അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിംഗ് or it can be a school or college campus, അതിലൊക്കെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. LAN can be wired LANs or the wireless LANs. Then what is PAN? PAN is a personal area network. നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് ഒരു മൊബൈൽ ഫോണിൽ നിന്ന് വേറൊരു ഡിവൈസിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ PAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് വാട്ട് ഈസ് MAN? മെട്രോപൊളിറ്റൻ ഏരിയ network. PAN, LAN, MAN and WAN are network classification based on the geographical area, whereas topology is a network classification based on the physical connections. What are the different network topologies? Bus, star, ring and mesh. Bus topology there is a main cable called the bus. ഈ ബസ്സിലേക്കാണ് നമ്മൾ ഡിഫറെന്റ് നോഡ്സിനെ ഇന്റർകണക്ട് ചെയ്യുന്നത്. And at the both end of the bus there is a terminate. മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട നോഡ് ആ മെസ്സേജ് മറ്റെല്ലാ നോഡ്സിനും സെൻഡ് ചെയ്യുന്നു. ഒരു നോഡ് മെസ്സേജ് ലഭിക്കുമ്പോൾ അത് ആ നോഡിനുള്ള അഡ്രസ്സ് നോക്കിയിട്ട് അത് ആ നോഡിനുള്ളതാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ നോഡ് അത് ഡിസ്കാർഡ് ചെയ്യും. When the message reaches the terminator, it is discarded from the bus. Bus is easy to install, less cable and cost effective. ഒരു നോഡിൽ ഫെയിലിയർ വന്നാൽ അത് ആ നോഡിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. പക്ഷേ ബസ്സിലോ ടെർമിനേറ്ററിലോ ഒരു ഫെയിലിയർ വരികയാണെങ്കിൽ ഇറ്റ് എഫക്ട്സ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡയഗ്നോസ് ദി ഫോൾട്ട്. റിംഗ് ടോപ്പോളജിയിലെ ഓൺലി ദ നോഡ് ദാറ്റ് ഹാസ് ദ ടോക്കൺ ക്യാൻ പാസ് ദ മെസ്സേജ് ആൻഡ് ദി മെസ്സേജ് ഇസ് പാസ്ഡ് ഇൻ വൺ ഡയറക്ഷൻ. സോ ഇഫ് വൺ ഓഫ് ദി നോഡ്സ് ഗെറ്റ് ഡാമേജ് ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. റിംഗ് ടോപ്പോളജിയിലെ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് വേണ്ട, ലെസ് കേബിൾ മതി, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ബട്ട് ആഡിങ് ന്യൂ നോഡ്സ് ടു എ റിംഗ് ടോപ്പോളജി ഈസ് ഡിഫിക്കൽട്ട്. Star topology is easy to install, easy to diagnose faults, easy to expand and is more efficient compared to the bus topology. പക്ഷേ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് കേടായി കഴിഞ്ഞാൽ the entire network will fail. And ഏറ്റവും കൂടുതൽ കേബിളിംഗ് ആവശ്യമായിട്ട് വരുന്നത് സ്റ്റാർ ടോപ്പോളജിയിലാണ്. മെഷ് ടോപ്പോളജിയിലെ ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു ഓൾ അതർ നോഡ്സ് ഇൻ ദി നെറ്റ്വർക്ക്. എല്ലാ നോഡും മറ്റൊരു നോഡുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് മെഷ് ടോപ്പോളജിയിൽ. അതുകൊണ്ട് തന്നെ ഒരു നോഡിന് കംപ്ലൈന്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു കേബിളിന് കംപ്ലൈന്റ് വന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് വേറൊരു പാത്തിലൂടെ മെസ്സേജ് നോഡ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ കുറെ കേബിൾ വേണം, അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലെക്സ്. പിന്നെ ഈ വയേഴ്സ് എല്ലാം കൂടിയിട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മാനേജ്. So topology is the way in which nodes are physically interconnected to form a network. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ പാർട്ട് D നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.